പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് കാർ ഫോർ സെയിൽ. അതെ ഗൈസ്, അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ ഷോറൂം ഇന്നും കാലിയാണ് കേട്ടോ. ആ ഈ ഷോറൂം ഇന്നും കാലിയാ. ഷോറൂമിനകത്ത് ഒരു വണ്ടി പോലില്ലേ, ഒരു സൈക്കിൾ പോലില്ലേ. അണ്ണനെ പുതിയ വണ്ടിയൊക്കെ മേടിച്ചൂടെ? ആടശിച്ചാനെ നമുക്ക് വണ്ടിയൊക്കെ മേടിക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ $59,999 ഉണ്ട്. ആ $60,000 കൂട്ടിക്കോ. നമുക്കപ്പോൾ ആ പ്രൈസിൽ ഒരു വണ്ടിങ്ങ് മേടിക്കാം. അണ്ണാ ഇത് നൈബർഹുഡ് അല്ലേ? നൈബർഹുഡിൽ നല്ല വണ്ടിയൊക്കെ ഉണ്ടാവോ? ഇതെന്തത്? ഈ വണ്ടിയമ്മ ആകെ ചളിയാണല്ലോ. നമുക്ക് ആ വണ്ടിയൊന്നും വേണ്ട, നമുക്ക് വേറെ വല്ല വണ്ടി പോയിട്ട് മേടിക്കാം. എടാ ഷിൻചാനെ, നമ്മുടെ കയ്യിലേ ഇപ്പോൾ അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ട്. $60,000 ഉണ്ട്. നമുക്കപ്പോൾ നല്ലൊരു സൂപ്പർ കാർ മേടിക്കാം. ഇവിടെ ഒരു മസ്റ്റാങ് ഉണ്ട്. ഈ മസ്റ്റാങ്ങിന് എത്ര റേറ്റ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഈ മസ്റ്റാങ്ങിന് 29 ഉള്ളൂ. അണ്ണാ അത് മേടിക്കണ? ആ മേടിക്കായിരുന്നു. ആ വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ഇതേതാ വണ്ടി? ആ ഇതാ മറ്റേ സ്റ്റേഷൻ വാഗണാ. നമുക്ക് ആ വണ്ടി വേണ്ട, നമുക്ക് വേറെ വല്ല വണ്ടി നോക്കാം. അണ്ണാ ഇത് നോക്കിയേ, ഇവിടെ ഒരു അംബാസഡർ പോലത്തെ വണ്ടിയുണ്ട്. എടാ ഷിൻചാനെ, അത് അംബാസഡർ അല്ല. ഈ വണ്ടി പിന്നെ കുഴപ്പമില്ല ഏട്ടാ. ഈ വണ്ടിക്ക് ഡാമേജ് ഒന്നുമില്ല. $24,000 മാത്രമേ ഉള്ളൂ. നമുക്കപ്പോൾ മേടിക്കാമല്ലേ? ആ അണ്ണാ നമുക്ക് ഈ വണ്ടിങ്ങ് മേടിക്കാം, ഒന്നും നോക്കണ്ട. ഈ വണ്ടി പിന്നെ ഇഷ്ടം പോലെ കിലോമീറ്റർ ഓടിയുണ്ട് കേട്ടാ. 90,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഇത് പിന്നെ ഓട്ടോമാറ്റിക് വണ്ടിയാ. എന്തൊട്ടായാലും ഈ വണ്ടിങ്ങ് മേടിക്കാം. ഒന്ന് ബാർഗൻ ചെയ്ത് നോക്കി നോക്കാം. 22,000. അത് ശരി, 22,000 സമ്മതിച്ചില്ല. എന്നാൽ 23. ഐശ്വരി, ഇതെന്തത്? ഇയാൾ ബാർഗൻ ചെയ്യാനേ സമ്മതിക്കണില്ല. ഫുൾ ക്യാഷ് കൊടുത്ത് വണ്ടി മേടിക്കാൻ. ആ അത് കൊള്ളാം. 90,000 കിലോമീറ്റർ ഓടിയ വണ്ടി, അത് എന്നിട്ട് ഫുൾ ക്യാഷ് കൊടുത്ത് മേടിക്കണം. ആ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് വോൾസ് വാർജൻ്റെ റെയർ വണ്ടിയാ. ഇവിടെ ഒരു ഔഡിയുടെ കാറുണ്ട്. ഇതിന് എത്ര റേറ്റ്? 34. ഏയ് അത് വേണ്ട. ഈ വണ്ടിക്ക് പിന്നെ ഡാമേജും ഉണ്ട്. അണ്ണാ നമുക്ക് ആ വണ്ടിങ്ങ് മേടിച്ചാലോ? $24,000 അല്ലേ ഉള്ളൂ. അതിപ്പോ അത്ര വലിയ എമൗണ്ട് അല്ലല്ലോ. നമുക്ക് ഈ വണ്ടിങ്ങ് മേടിക്കാം. ഈ വണ്ടി വലിയ കുഴപ്പമില്ല. ഓക്കെ, നമ്മളങ്ങനെ ഈ വണ്ടിങ്ങ് പർച്ചേസ് ചെയ്തേക്കാണ്, അതും ഫുൾ ക്യാഷ് കൊടുത്ത്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് മറ്റേ മസ്റ്റാങ് ഇല്ലേ, ആ മസ്റ്റാങ്ങും കൂടി മേടിക്കാം. ആ വണ്ടി വലിയ കുഴപ്പമില്ല. ആ വണ്ടിക്കും ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാ ശരി, നമുക്ക് ആ മസ്റ്റാങ് അങ്ങ് മേടിക്കാം. ആ വണ്ടിക്ക് ഡാമേജ് ഇല്ലെന്നല്ലേ പറയണേ? എന്നാ പിന്നെ കുഴപ്പമില്ല. നമുക്ക് ഈ ചേച്ചിയുടെ അടുത്ത് ബാർഗൻ ചെയ്ത് നോക്കി നോക്കാം. 29 പറയണേ. ഒരു കാര്യം ചെയ്, ഒരു 28 തന്നേക്ക്. നമുക്ക് അധികം ബാർഗൻ ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, 28 സമ്മതിച്ചില്ല. എന്നാ പിന്നെ 28,800. ഇതെങ്കിലും സമ്മതിക്കോ? ആടപ്പിഞ്ചാന് അത് സമ്മതിക്കും. ആ ഞാൻ പറഞ്ഞില്ലേ, 28,800. നമ്മൾ വലിയ കാര്യമായിട്ട് ബാർഗനൊന്നും ചെയ്തിട്ടില്ല. ഈ വണ്ടി അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഈ വണ്ടി ഓടിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് പോവാം. ഇത് പിന്നെ നൈസ് വണ്ടിയാണ് കേട്ടാ. പഴയ വണ്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വണ്ടിക്ക് അത്യാവശ്യം സ്പീഡുണ്ട്. ഓക്കെ ഗേസ്, നമ്മളങ്ങനെ ഈ വണ്ടിയില്ലേ അത് ഷോറൂമിലേക്ക് കൊണ്ടുവന്നേക്കാണ്. ഈ വണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്കിനി മറ്റേ വണ്ടി കൂടി കൊണ്ടുവരണം കേട്ടോ. അത് മറ്റേ വർക്ക്ഷോപ്പിലുണ്ട്. അവിടെ നമ്മുടെ മസ്റ്റാങ്ക് ഇരിക്കുന്നുണ്ട്. നമുക്കത് പോയിട്ട് എടുത്തോണ്ട് വരാം. ഈ രണ്ട് വണ്ടിക്കും ഡാമേജ് ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിനി റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എടാ ഷിൻചാനെ, പക്ഷേ വണ്ടിമേ നല്ലോണം ചളിയുണ്ട്. നമുക്ക് പക്ഷെ കാർ വാഷ് വരെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തൊരു സ്കില്ല് അൺലോക്ക് ഉണ്ട്. ആ സ്കില്ല് ഉള്ളോണ്ടേ നമുക്ക് ഷോറൂമിൽ തന്നെ വണ്ടി കഴുകാൻ പറ്റും. അത് കഴുകാനായിട്ട് കുറേ ടൈം എടുക്കും ട്ടാ. എന്നാലും കുഴപ്പമില്ല, വെറുതെ കാർ വാഷ് വരെ പോകേണ്ട ആവശ്യമില്ല. എടാ ഷിൻചാനെ, പിൻചാനെ, നമ്മുടെ ഷോറൂമിൽ ഒരാളില്ലേ, ഇയാൾ കാറൊക്കെ കഴുകും ട്ടാ. പക്ഷേ അതിന് എന്തോ ഒരു സ്കില്ല് അൺലോക്ക് ചെയ്യണം, എന്നാലേ ഇയാൾ വണ്ടികളൊക്കെ കഴുകുള്ളൂ. അതും ഒരിക്കലും നമുക്ക് തന്നെ ദൈത പോലെ കഴുകണം. കഴുകണ്ട,
ജസ്റ്റ് തുടച്ചാൽ മതി. ഇത് പക്ഷെ തുടയ്ക്കാനായിട്ട് കുറേ ടൈം എടുക്കും. എന്നാലും കുഴപ്പമില്ല, വണ്ടി നീറ്റായിട്ട് കിട്ടും. ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ വണ്ടികളൊക്കെ കഴുകിയേക്കാണ്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ സെയിലിടാം. നമുക്ക് ആദ്യം പ്രൈസൊക്കെ സെറ്റ് ചെയ്യണം. ഒരു 60 അങ്ങ് ഇട്ട് കൊടുക്കാം. 60 ഒരു മോശം പ്രൈസ് അല്ല. ഓക്കെ, 2 വണ്ടികളും 60 60 വേണോ? കുറച്ചുകൂടി കൂട്ടിയാലോ? ഒരു 70 ആക്കാം. 70 കിടന്നോട്ടെ. ഇനി ഈ ഷോറൂമിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ ഷോറൂം അങ്ങ് ഓപ്പൺ ആക്കാം. ലെറ്റ്സ് ഗോ. എടാ ഷിൻചാനെ, ഇവിടെ ഇപ്പോൾ രാത്രിയല്ലോ. ഇനി ഇങ്ങോട്ടേക്ക് ഈ കസ്റ്റമേഴ്സ് ഒന്നും വരില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് കിടന്നുറങ്ങാം. ഇന്നപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേ കണ്ടില്ലേ, 19,728. അതാണ് ഇന്നത്തെ ലോസ്. എന്തെങ്കിലും ആവട്ടെ, ഇന്ന് നമുക്ക് പ്രോഫിറ്റ് ആക്കാം. ഇന്ന് പിന്നെ കാർ മാർക്കറ്റും കൂടി ഓപ്പൺ ആയിട്ടാ. കാർ മാർക്കറ്റ് വരെ പോയിട്ട് വരാം. അവിടെ ഏതൊക്കെ വണ്ടി ഉള്ളതെന്ന് നോക്കി നോക്കാം. അണ്ണാ, ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ ഉണ്ടല്ലോ. ഇവിടെ ഒരു റേഞ്ച് റോവറൊക്കെ ഉണ്ട്. റേഞ്ച് റോവർ വേണ്ട, ഈ വണ്ടിക്ക് ഡാമേജ് ഒക്കെ ഉണ്ട്. ഇവിടെ പിന്നെ ടെസ്ല ഉണ്ട്, പോർഷ ഉണ്ട്, മറ്റേ റാപ്റ്റർ ഉണ്ട്. ഈ വണ്ടികളൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ഉള്ളത് വെറും $6,446 മാത്രമാണ്. ഈ കാശ് വെച്ചിട്ട് നമുക്കൊരു വണ്ടി പോലും മേടിക്കാൻ പറ്റില്ല. എടാ ഷിൻചാനെ, ഈ BMW അലോയ്സ് നോക്കിയേ. ഇത് കാണാനായിട്ട് നൈസ് ആയിട്ട് കേട്ടാ. നൈസ് അലോയ്സ്. അല്ല, നമ്മളിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഇപ്പം നമ്മുടെ കയ്യിലേ ക്യാഷൊന്നും ഇല്ല. ആദ്യം ആ ഷോറൂമിലുള്ള വണ്ടികൾ വിറ്റ് പോട്ടെ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാം. എന്തായി, ഷോറൂമിലേക്ക് കസ്റ്റമേഴ്സ് വന്നാ? ഇതുവരെയ്ക്കും ഒരു കസ്റ്റമർ പോലും വന്നിട്ടില്ലല്ലോ. എന്താ ബ്രോ, മോഡയാണോ? അധികം വേഷം കെട്ട് വേണ്ടാട്ടാ, അടിച്ച് പരത്തി കളയും. ഞങ്ങളെ കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് പണിയെടുത്ത് പോവാ. അണ്ണാ, ഇതെവിടെ കസ്റ്റമർ വന്നു. ഒരമ്മച്ച വന്നേ. ഈ വണ്ടി എത്രയ്ക്ക് സെയിൽ ചെയ്യുക? 38,977. ഈ പ്രൈസ് വില കുഴപ്പമില്ല. ഇവിടെ വേറൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചേട്ടനോടും ചോദിച്ചു നോക്കാം. ഈ ചേട്ടൻ എത്ര പറയണേ? 32. അത് ഇച്ചിരി കുറവാണല്ലോ. എന്നാ പിന്നെ നമുക്ക് ഈ അമ്മച്ചിക്ക് കൊടുക്കാം, അതായിരിക്കും നല്ലത്. ഈ അമ്മച്ചി 38 പറയണ്ടേ. എടാ പിഞ്ചാനെ, നമുക്ക് ഈ അമ്മച്ചിയോടെ ഒരു 40 ചോദിച്ചു നോക്കാം. 40-ന് സമ്മതിക്കോ? സമ്മതിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ഈ അമ്മച്ചി 40-ന് സമ്മതിച്ചിട്ടുണ്ട്. ആടാ ഷിൻചാനെ, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും, അത് മതി. ഇവിടെ ഇനി ഒരു വണ്ടി കൂടി ഉണ്ട്. ഈ വണ്ടി കൂടി വിറ്റ് പോയാൽ മതിയായിരുന്നു. ഇതൊക്കെ വിറ്റ് പോവും, അത്യാവശ്യം പ്രോഫിറ്റിൽ വിറ്റ് പോവും, അതുറപ്പാ. നമുക്കപ്പോൾ കസ്റ്റമർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അണ്ണാ, ഇവിടത്തെ കസ്റ്റമർ വന്നു. ഈ ചേച്ചി എത്ര പറയണേ? 29. അതിച്ചിരി കുറവാണല്ലോ. നമ്മളെ വണ്ടി മേടിച്ചത് 24-നാ. ഈ ചേച്ചി പറയണത് 29. നമുക്കപ്പോൾ വലിയ കാര്യമായിട്ട് ലാഭം കിട്ടില്ലേ. ഒരു കാര്യം ചെയ്യാം, വേറെ ആരെങ്കിലും വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആരും വന്നില്ലെങ്കിൽ പിന്നെ ചേച്ചിക്ക് കൊടുക്കാം. എടാ ഷിൻചാനെ, ഈ ചേച്ചി അതിന് അധികം നേരം നിൽക്കൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പോവും. എടാ പിഞ്ചാനെ, നിൽക്ക്, നമുക്കൊന്ന് ബാർഗൈൻ ചെയ്ത് നോക്കി നോക്കാം. 31 ചോദിച്ചിട്ടുണ്ട്. ഈ ചേച്ചി $31 സമ്മതിച്ചു. അങ്ങനെ ആ വണ്ടിയും കൂടി വിറ്റുപോയി. നമുക്ക് പക്ഷേ വലിയ കാര്യമായിട്ട് പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടാ. നമുക്ക് കുറച്ചുകൂടി പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഇവിടെ ഒരു വണ്ടി ഉണ്ട്, അതൊരു വിൻറ്റേജ് കാറാ. 65 പറയണേ. ഈ വണ്ടി ഇങ്ങ് മേടിച്ചാലോ? പഴയ വണ്ടിയാണ്, പക്ഷെ നൈസ് വണ്ടിയാ. അതെ അണ്ണാ, ഈ വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ ഡാമേജ് ഉണ്ട്, അത് നമുക്ക് റിപ്പയർ ചെയ്യാം. നമുക്കൊന്ന് ബാർഗൻ ചെയ്ത് നോക്കി നോക്കാം. 64,000. ഓക്കെ, $64,000 ഈ ചേച്ചി സമ്മതിച്ചു.
നമുക്കപ്പോൾ ഈ വണ്ടി എടുത്ത് നേരെ വർക്ക്ഷോപ്പിൽ പോവാം. ഈ വണ്ടി നമുക്ക് റിപ്പയർ ചെയ്യണം. ചെറിയ ഡാമേജ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്തേക്കാണ്. നമുക്ക് ഇതും കൊണ്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. ഈ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഈ വണ്ടിയുമേ പിന്നെ വലിയ കാര്യമായിട്ട് ചളിയൊന്നുമില്ല കേട്ടാ. എന്നാലും നമുക്ക് വെറുതെ ഒന്ന് തുടയ്ക്കാം. അതിനു മുൻപേ നമുക്ക് ഈ വണ്ടി സെയിലിടാം. നമുക്ക് വെബ് പേജ് ഓപ്പൺ ആക്കാം. എത്ര പ്രൈസ് വയ്ക്കുക? 1,20,000. 1,20,000 കുഴപ്പമില്ല. നമുക്ക് 1,00,000 പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കണു. എന്തൊട്ടായാലും നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഈ വണ്ടി ഒന്ന് തുടയ്ക്കാം. എന്നിട്ട് കസ്റ്റമേഴ്സ് പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാം. എടാ ഷിൻചാനെ, ഇവിടെ കസ്റ്റമേഴ്സ് ഒന്നുമല്ലോ. ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം, എത്ര പറയണേ? 68. നമ്മൾ 64 മേടിച്ച 68 അപ്പോൾ ശരിയാവില്ല. നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം, ഇതെത്ര പറയണേ? 88. അത് കൊള്ളാലോ. അങ്ങനെ അങ്ങ് വഴിക്ക് വാ. ഇവിടെ പിന്നെ വേറെ കുറേ കസ്റ്റമേഴ്സ് വന്നുട്ടാ. അവർ പക്ഷേ അധികം എമൗണ്ട് പറയണില്ല. ഈ ചേട്ടനെ ഒരു 95 ചോദിച്ചു നോക്കാം. 95 സമ്മതിക്കോ? സമ്മതിച്ചില്ല. എന്നാൽ പിന്നെ 90. അത് മതി. ഇതെങ്കിലും സമ്മതിക്ക്. അണ്ണാ, ആ ചേട്ടൻ സമ്മതിച്ചല്ലോ. ആ വണ്ടി 90-ന് വിറ്റുപോയി. ഇപ്പൊ പ്രോഫിറ്റ് നോക്ക്. നമുക്ക് $1,00,000 പ്രോഫിറ്റ് കിട്ടി. ആടാ പിഞ്ചാനെ, എന്തെങ്കിലും ആവട്ടെ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ ഷോറൂം അങ്ങ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് പോയിട്ട് കിടന്നുറങ്ങാം. എടാ ഷിൻചാനെ, ഔട്ട്രോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ദേ കണ്ടില്ലേ, നമുക്ക് കുറേ പ്രോഫിറ്റ് കിട്ടി. 97